ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ജൂലൈയിൽ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫേഴ്സ് പാർട്ട് 1 എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പാർട്ട് 1ൻ്റെ കണ്ടിന്യൂവേഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നു ആറളം വന്യജീവി സങ്കേതം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നു ആറളം വന്യജീവി സങ്കേതം. ഇനി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ AI6 നയിക്കുന്ന ആദ്യ വനിതയാകുന്നു ബ്ലെയ്സ് മെട്രാവലി. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ AI6 നയിക്കുന്ന ആദ്യ വനിതയാകുന്നു ബ്ലെയ്സ് മെട്രാവലി. ഇനി ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്ത് എത്തി ഇന്ത്യക്കാരനായ അശോക് എള്ളുസ്വാമി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്ത് എത്തി ഇന്ത്യക്കാരനായ അശോക് എള്ളുസ്വാമി. ഇനി മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി കത്രീന കൈഫ് നിയമിതയായി. മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി കത്രീന കൈഫ് നിയമിതയായി. ഇനി G7 ഉച്ചകോടി കാനഡയിൽ നടന്നു. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ. G7 ഉച്ചകോടി കാനഡയിൽ നടന്നു. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ. ഇനി തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി D. രചന ചുമതലയേറ്റു. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി D. രചന ചുമതലയേറ്റു. ഇനി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക. ഇനി ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇനി ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ലഭിച്ചു. ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ലഭിച്ചു. ഇനി സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി DGPIN അതായത് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ്. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി DGPIN ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ്. ഇനി കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ് സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു. ഇനി ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. ഇനി വിദ്വേഷപ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക. വിദ്വേഷപ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക. ഇനി ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. പോൾ വോൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. പോൾ വോൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്.
ഇനി വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരം പെട്രോ ക്വിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു. വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരം പെട്രോ ക്വിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇനി മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മർക്കേറ്റ വെൻഡ്രോസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം. മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മർക്കേറ്റ വെൻഡ്രോസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം. ഇനി ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ജേതാവായി. ഈ സീസണിലെ 3ാം കിരീടമാണിത്. ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതെത്തി. ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായി. ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ജേതാവായി. ഈ സീസണിലെ 3ാം കിരീടമാണിത്. ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതെത്തി. ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായി. ഇനി നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. ഇനി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് 50,000 രൂപയുടേതാണ് പുരസ്കാരം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് 50,000 രൂപയുടേതാണ് പുരസ്കാരം. ഇനി ആക്സിയം 4 വിക്ഷേപണ ദൗത്യം വിജയകരം. 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്കു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്കു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു. ഇനി സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം 6 പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് 2025 ജൂൺ 25-ന് യാഥാർത്ഥ്യമായത്. ആക്സിയം 4 വിക്ഷേപണ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത്. ഈ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയോടൊപ്പം പെഗ്ഗി വിൻസൺ അമേരിക്ക, സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നിയോവ്സ്കി പോളണ്ട്, ടിബോർ കബു ഹംഗറി എന്നിവർ. ഈ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയോടൊപ്പം പെഗ്ഗി വിൻസൺ അമേരിക്ക, സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നിയോവ്സ്കി പോളണ്ട്, ടിബോർ കബു ഹംഗറി എന്നിവർ. ഇനി സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേരാണ് ഗ്രേസ് ക്രൂ ഡ്രാഗൺ. ഇനി തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിൻ്റെ പരീക്ഷണം വിജയം. തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിൻ്റെ പരീക്ഷണം വിജയം. ഇനി അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനില, ഫിലിപ്പീൻസ്. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനില, ഫിലിപ്പീൻസ്. ഇനി നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം LNG വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. ഇനി 1960കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ GP രവി അന്തരിച്ചു.